ചാനൽ 91 സിനിമാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 1975 ഓഗസ്റ്റിൽ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിൽ കൊച്ചു വേഷത്തിൽ അഭിനയിച്ച് കാലത്തിന്റെ നിയോഗത്താൽ സൂപ്പർ സ്റ്റാറായി ഐക്യകണ്ഠേന സ്വീകാര്യനായി മാറിയ രജനീകാന്ത് തന്റെ അഭിനയ ജീവിതത്തിന്റെ 50-ാം വർഷം പൂർത്തീകരിക്കുകയാണ് ഈ വർഷം. അദ്ദേഹത്തിന്റെ 171ാമത്തെ ചിത്രമായ കൂലി പൂർത്തിയായി കഴിഞ്ഞു. 50 വർഷത്തെ കലാസബരിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ദേശീയ അവാർഡാണ് അതിൽ ആദ്യത്തേത്. അഖിലേന്ത്യാ തലത്തിൽ സിനിമാ രംഗത്തുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രജനീകാന്തിന് തന്റെ അഭിനയ മികവിനായി ഒരു ദേശീയ അവാർഡും ലഭിച്ചില്ല. പല താരങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന മറ്റൊരു മോഹം പോലെ തന്നെയാണ് രജനിയും ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം സൂക്ഷിക്കുന്നത്. അടുത്ത കാലത്തായി തമിഴിലും തെലുങ്കിലും ബാഹുബലി, തെലുങ്കിൽ RRR, കൽക്കി, ഹിന്ദി സിനിമയിൽ പത്താൻ, ജവാൻ എന്നീ സിനിമകളൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ 1000 കോടികൾ കടന്ന ചരിത്രം കുറിച്ചപ്പോൾ താൻ അഭിനയിച്ച ഒരു സിനിമ പോലും 1000 കോടി കളക്ഷൻ നേടി ചരിത്രം സൃഷ്ടിച്ചില്ലല്ലോ എന്ന ദുഃഖം രജനിയുടെ മൂന്നാമത്തെ ആഗ്രഹത്തിൽപ്പെടുന്നു. മുൻറുമുഖം എന്ന സിനിമയിൽ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനു ശേഷം ഒട്ടനവധി ഗെറ്റപ്പുകളിൽ അഭിനയിക്കാൻ തനിക്ക് സാധിച്ചില്ല എന്ന വിഷമം രജനിയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. രാഷ്ട്രീയവും സിനിമയും തമിഴിനെ സംബന്ധിച്ചിടത്തോളം സയാമീസ് ഇരട്ടകളെ പോലെയാണ്. ചെറിയ നടന്മാർക്ക് പോലും ഒരു സ്വപ്നമുണ്ട്. സിനിമയിൽ വലിയ പ്രശസ്തി നേടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുഖ്യമന്ത്രിയാവണം എന്നതാണത്. MGR, ശിവാജി ഗണേശൻ, ഭാഗ്യരാജ്, രാമരാജൻ, TK രാജേന്ദ്രൻ, ശരത് കുമാർ, കമൽഹാസൻ, ഇപ്പോൾ വിജയ് എന്നിങ്ങനെ നീണ്ട പട്ടിക ഉദാഹരണങ്ങളായി ഉണ്ട്. തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ എന്നാൽ ആ രാഷ്ട്രീയ മോഹം 5 ഡയലോഗുകളിൽ ഒതുക്കി രജനി വരവും കാത്തിരിക്കുന്ന ആരാധകരെ നിരാശരാക്കി തനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത് നിറവേറാത്ത ആശകളിൽ പ്രധാനപ്പെട്ടതാണ്. രജനിയുടെ എന്തിരൻ 2.0 എന്ന സിനിമ 2018 800 കോടി വരെ കളക്ഷൻ നേടിയിരുന്നു. എന്നിട്ടും 1000 കോടി ക്ലബിൽ ഇടം നേടാനായില്ല. വരാനിരിക്കുന്ന കൂലി ആ ആഗ്രഹം സഫലമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തുതന്നെയായാലും എത്ര വർഷം കഴിഞ്ഞാലും ആരെക്കൊണ്ടും കടത്തിവെട്ടാനാകാത്ത പല നേട്ടങ്ങളുടെയും ഉടമയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. തമിഴ് സിനിമയിലെ എവർഗ്രീൻ സ്റ്റാർ രജനി മാത്രമാണ്. ഭാവിയിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ ഹീറോയായി അഭിനയിക്കാൻ എത്തിയാൽ പോലും അപ്പോഴും രജനി സൂപ്പർ സ്റ്റാറായി ഉണ്ടാകും എന്നാണ് രജനിയുടെ കട്ട ഫാൻസ് പറയുന്നത്.